പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ? അപ്പം നമുക്ക് ഇന്നത്തെ കുക്കിങ്ങിന് എന്താ എടുത്തിട്ടുള്ളത് നോക്കിയാലോ? കണ്ടില്ലേ, മാന്തള മീൻ, പച്ച മാന്തളാണ്. അപ്പം നമുക്ക് നല്ല പൊളിയും മുളക് ഇട്ട് വെച്ച് നല്ല പച്ച മാന്തള കറി വെച്ചാലോ? നമുക്ക് അത് ക്ലീൻ ചെയ്യാവേ. അപ്പോൾ അത് കണ്ടില്ലേ, ക്ലീൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ വീഡിയോന്റെ കാര്യം ഓർമ്മ വന്നിട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് നോർമലി ഉണക്കമീൻ തൊലി പൊളിക്കാൻ പോലെ തന്നെ തൊലി പൊളിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, തൊലി പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാവേ. കണ്ടില്ലേ, ഇനി ഇവിടുത്തെ കുറച്ച് വേസ്റ്റ് എടുത്ത് കളയണം. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ നല്ലപോലെ വൃത്തിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം 2 കഷ്ണം വറുക്കാൻ എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കഷ്ണങ്ങൾ നമുക്ക് കറി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസ് വെച്ച് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. ഉള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് കേട്ടോ. അപ്പം കുടംപുളി എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം കുടംപുളി എടുത്തിട്ടുണ്ട്. ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. മീൻകറിക്ക് എന്നും ബെസ്റ്റ് വെളിച്ചെണ്ണ തന്നെയാണ്. അതിനൊപ്പം ഞാൻ കടുക് ഇടുന്നു. കടുക് പൊട്ടിത്തെറിച്ച ശേഷം ഞാൻ ഉലുവ ഇടുന്നുണ്ട് കേട്ടോ. ഉലുവ ഇടുന്നത് ഞാൻ കാണിച്ചില്ല, ഉലുവയും കൂടി ഇടുന്നുണ്ട്. നല്ലപോലെ ചട്ടി ചൂടായത്, അതാണ് ഇങ്ങനെ പുക വരുന്നത് കേട്ടോ. ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് നല്ലപോലെ ചെറുതായിരുന്നു ഇളക്കി കൊടുക്കാം. തീ കുറച്ച് ചാക്കണം കേട്ടോ. ഞാൻ ചട്ടി നല്ല ചൂടായത് കൊണ്ട് ഇങ്ങനെ ചെറിയൊരു പുക വരണത്. അപ്പം നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളകും ചേർത്ത് ഞാൻ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന മുളക് പൊടിക്ക് നല്ല എരിവുള്ളത് കൊണ്ട് ലേശം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പച്ചമുളക് ഇട്ടത് കൊണ്ട് കുറച്ച് തന്നെ ചേർക്കാറുള്ളൂ. എരിവ് തീരെ കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ചേർക്കാറ്. കൂടെ നമുക്ക് ഈ പറഞ്ഞ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. നമുക്ക് മീൻകറിയൊക്കെ ആകുമ്പോഴും അല്ല നമ്മൾ ഇങ്ങനെ ചട്ടിയിൽ വെക്കുമ്പോഴൊക്കെ നമുക്ക് അതിന് മാക്സിമം കല്ലുപ്പ് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ ഞാൻ കല്ലുപ്പ് ചേർത്തിരിക്കുകയാണ് കേട്ടോ. കല്ലുപ്പ്, വെളിച്ചെണ്ണ, കറിവേപ്പില, ഇതിനൊക്കെ ഒരു തനി ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി നമുക്ക് ചെറുതായിട്ട് നിറം മാറി വരുമ്പോൾ നമുക്ക് ഇതിനോട് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാവേ. തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ചെറുതായിട്ട് നിലയുടെ ഇളക്കി ഈ സിമ്മിൽ വെച്ചിട്ട് വേണം നമുക്ക് ചെറുതായി വാട്ടിയെടുക്കാൻ. ചിലർ കറി വെക്കുമ്പോൾ തക്കാളി അരപ്പായിട്ട് ഇടാറുണ്ട്, അരച്ച് പേസ്റ്റ് ആക്കി ഇടാറുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ തന്നെ ചേർക്കുക. നല്ലോണം വാട്ടിയിട്ടാണ് ഞാൻ കറി വെക്കുക കേട്ടോ. ഉള്ളി തക്കാളി നല്ലപോലെ വാട്ടിയിട്ടാണ് കറി വെക്കുക. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ലേശം കൂടെ എണ്ണ ഒഴിച്ചു കേട്ടോ. ആ എണ്ണയിൽ മസാല ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് നടുക്ക് ഒക്കെ മാറ്റിയിട്ട് ഞാൻ വീണ്ടും എണ്ണ ഒഴിച്ചു കേട്ടോ. ഞാൻ സാധാരണ ആൾക്കാർ അധികം മല്ലിപ്പൊടി ഇടാറില്ല, എന്നാലും ഞാനിട്ടു. കാരണം മുളക് പൊടിക്ക് കുറച്ച് എരിവുള്ളത് കൊണ്ട് ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മല്ലിപ്പൊടിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നടുക്ക് എണ്ണയാക്കിയിട്ട് ആക്കിയത് കേട്ടോ. അപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. അപ്പോൾ എൻ്റെ ഒരു വശം ഇങ്ങനെയാണ്. അപ്പോൾ നല്ലപോലെ മസാലയൊക്കെ പച്ചമണം മാറുമ്പോൾ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ശേഷം നമുക്ക് കറിക്ക് വേണ്ടത്ര വെള്ളം ഒഴിച്ച് ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് ഇനിയിപ്പോൾ പുളി ആഡ് ആക്കുമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിനുശേഷം തിളയ്ക്കുമ്പോഴേ നമുക്ക് പുളി അറിയാൻ പറ്റുള്ളൂ. ശേഷം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് മീനിടാം കേട്ടോ. മീനിട്ട് കഴിഞ്ഞാൽ അധികം ഇളക്കാൻ നിൽക്കരുത്. ഒന്ന് ജസ്റ്റ് തിളച്ച് ചെറുതായിട്ട് വറ്റിന്ന് കണ്ടാലും നമുക്ക് തീ കുറച്ച് വയ്ക്കാം. ശേഷം മീനിടുവാണെങ്കിൽ ചെറുതായിട്ട് തിളച്ച് വറ്റുമ്പോഴേക്കും മീനും വേവും, നമുക്ക് ലേശം ചാറും വറ്റി കിട്ടും. അപ്പോഴേക്കും നമ്മൾ മീൻ കറി സെറ്റ് ആവും കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെയാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ മീൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ശേഷം ഞാൻ മേലെ ജസ്റ്റ് കറിവേപ്പിലയും മല്ലിച്ചപ്പ് തൂകിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.